തന്നെയാണേ ഞാനിപ്പോഴേ ഉണ്ണിയപ്പത്തിന് ഓർഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 250 ഉണ്ണിയപ്പത്തിന് ഓർഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പം ചുടാനായിട്ട് വന്നതാണ്. ഇതാ മാവ്, ഇതാ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്, ശ്രീകുട്ടി. എന്താ കുട്ടീൻ്റെ തല ഇങ്ങനെയെന്ന് നിങ്ങൾ വിചാരിക്കും. ഉറങ്ങി നീച്ച ഉടനെ അവളുടെ ഇങ്ങോട്ട് എടുത്തതാണ്. കാരണം അവൾക്ക് വയ്യ, പനിയാണല്ലോ ഉണ്ണി. അപ്പോഴേ നമ്മൾ അയ്യോ ആന്ന് ഓർഡർ ഉണ്ട്. അപ്പോൾ പനിയാണേ. ഒരു പയ്യൻ തൊട്ടുപിടിത്ത ഒരു സ്ഥലത്ത് ഇത് ഒരാൾ ചോദിക്കണം എന്താ നേരത്തെ വന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാനെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അവസ്ഥ കൊണ്ട് നമ്മൾ മറ്റുള്ളവരടുത്ത് നമ്മൾ പൈസയോ നമ്മൾ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേര് ഒരാളെ നമുക്ക് തരും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര പേര് നമുക്ക് തരില്ല. കാരണം വേറൊന്നുമല്ല, ചിലവർക്ക് ഉണ്ടാവും, ചിലവർ അത് ഉണ്ടായിട്ടും അവർക്ക് നമ്മൾ ചോദിക്കുന്നത് ഒരു ഇഷ്ടക്കുറവുണ്ടാവും അവർക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനൊന്നും ഇടവരുത്താതെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കണം. എന്തിനാ ഉണ്ണിയപ്പം വാങ്ങിച്ച് നിങ്ങൾ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ എൻ്റെ കട ഒന്ന് തീർന്നു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമായിട്ട് എനിക്ക് ഇരിക്കാം. ഇപ്പോൾ മോഹന വാഗ്ദാനങ്ങളായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. വീട് വാങ്ങിച്ചു തരാം, വീട് വെച്ച് തരാം, സ്ഥലം വാങ്ങിച്ചു തരാം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മോഹന വാഗ്ദാനങ്ങളിലൊന്നും ഞാൻ പെടില്ല. നിങ്ങൾ ജെനുവിനാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എൻ്റെ അക്കൗണ്ട് നമ്പറോ കാര്യങ്ങളോ ചോദിച്ചിട്ടുണ്ട് സഹായിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ടാവും. അല്ലാതെ വെറുതെ സംസാരിച്ച് സമയം പോകാനൊന്നും ഇവിടെ എനിക്ക് ഒട്ടും സമയമില്ല എന്ന് വയ്ക്കുക. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെയെങ്കിലും ഓർഡറുകൾ കിട്ടുകയോ അല്ലെങ്കിൽ ഉണ്ണിയപ്പ കച്ചവടം ചെയ്യുകയോ ചെയ്താലേ എനിക്ക് അടവുകളുണ്ട്, ഡെയിലി അടവുകളുണ്ട്. വണ്ടിൻ്റെ അടവ് തെറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്നിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് വണ്ടിൻ്റെ അടവുകാരൻ വരില്ല, നാളെ വരുള്ളൂ. അപ്പോൾ അതിന് പൈസ കൊടുക്കണം. പിന്നെ ഒരുപാട് അടവുകൾ ഒക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ അതൊന്നും അടവുണ്ട്, അതുണ്ട്, ഇതുണ്ട് പറഞ്ഞിട്ട് നിങ്ങൾ എനിക്കായ അടവ് അടയ്ക്കാൻ തരും, ഈ അടവ് അടയ്ക്കാൻ തരും എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് ഉണ്ണിയപ്പം വാങ്ങിച്ച് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡെയിലി അതിനൊരു വരുമാനം കിട്ടുമ്പോൾ എന്തായാലും ഞാൻ 500 1000 കൊടുക്കേണ്ട അവിടെ ഞാൻ 250 കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തളർത്താൻ നോക്കരുത് ദയവ് ചെയ്തിട്ട്. ഏതൊരു പ്രശ്നങ്ങളേ ഉള്ളൂ, അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പെട്ടൊന്നും പറയാൻ വരല്ലേ. കാരണം എനിക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കാണാൻ പറ്റുന്ന ആളുകൾ വന്നിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. ആ കൂട്ടുകാരൊക്കെ നമ്മൾ ഒറ്റ നിമിഷം കൊണ്ടാണ് ഇല്ലാണ്ടാവുന്നത്. കാരണം അവരുടെ അടുത്ത് ഞാനൊന്ന് കടം ചോദിച്ചു, ഒരുപാട് അത് തരുമോ, എനിക്കൊന്ന് ഹെൽപ്പ് ചോദിക്കുമ്പോൾ ചില ആളുകൾ അയ്യോ എനിക്ക് വീട് പണിയാണ്, എനിക്ക് കല്യാണ തിരക്കാണ്, അതാണ് പറഞ്ഞിട്ട് അവരൊക്കെ ഒഴിവാണ്. പിന്നെ തിരിഞ്ഞൊന്നും നോക്കിയിട്ടില്ല അവരൊന്നും. അതുകൊണ്ട് കുഴപ്പമില്ല. അവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും. എനിക്ക് പ്രശ്നമില്ല, പിന്നെ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റില്ല. എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല.